നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്നത് 2026 വർഷഫലമാണ്. പൂരിട്ടാതി നക്ഷത്രമാണ്. പൂരിട്ടാതി നക്ഷത്രത്തിന് ഒരു വശം കട്ടിൽക്കാല് പോലെ അകന്നു കിടക്കുന്ന രണ്ട് നക്ഷത്രങ്ങളുടെ ഒരു കൂട്ടമായിട്ടാണ് ഈ പൂരിട്ടാതി നക്ഷത്രത്തെ പറയപ്പെടുന്നത്. നക്ഷത്ര രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജൈകപാദാണ് നക്ഷത്ര ദേവത. രണ്ട് തലകളുള്ള പുരുഷന്മാർ ഇതിൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നു. മാനുഷിക മൂല്യങ്ങളെല്ലാം മുൻനിർത്തി തന്നെ അവർ മുന്നോട്ട് പോകുന്നത്. ഇവർ സത്യസന്ധതയും ആത്മാർത്ഥതയൊക്കെ ഉള്ളവരായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇവർക്ക് വിദ്യ ഗുണം പറയുന്നൊരു വർഷമായിട്ട് പറയപ്പെടുന്നുണ്ട്. നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടൊരു വർഷമാണെങ്കിലും അവൻ ചെയ്യാത്ത തെറ്റിനൊക്കെ ചെറിയ രീതിയിൽ പഴിയേക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ശാരീരിക സുഖം ഏറിയിരിക്കുന്ന അവസ്ഥ ഇവർക്ക് പറയപ്പെടുന്നുണ്ട്. ഉത്രമാണ് വേദ നക്ഷത്രമായിട്ട് പറയപ്പെടുന്നത്. കുംഭക്കൂറിന് ഉത്രം മുക്കാല്, അത്തം ചിത്തിരാരയും, മീനക്കൂറിന് ചിത്തിരകാല്, ചിത്തിരാര, ചോതി, വിശാഖ മുക്കാൽ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ അത്ര ശുഭകരമല്ല. പൂരിട്ടാതി നക്ഷത്രം രണ്ട് കൂറിൻ്റെയും ഫലങ്ങൾ നമ്മൾ സംയോജിപ്പിച്ചാണ് ഈ ഫലങ്ങളെ ഇവിടെ പറയുന്നത്. ഇടവം, ചിങ്ങം, മകരം മാസങ്ങൾ വളരെ ഗുണകരമായിട്ടാണ് പറയുന്നത്. ഇവർ ഹനുമാൻസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ശ്രീരാമസ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ പാർവതീദേവിയെ പ്രാർത്ഥിക്കുന്നത്, പ്രദോഷവ്രതം എടുക്കുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നുണ്ട്. പല കാര്യങ്ങളിലും ഒരു എടുത്തിയാട്ടം ഒഴിവാക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ പിതാവിൻ്റെ കാര്യങ്ങൾക്കായിട്ട് പിതാവിൻ്റെ അസുഖമായിട്ട് തന്നെ ബന്ധപ്പെട്ട് കുറച്ച് ധനം ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. വീട്ടിലെ ശുഭകാര്യങ്ങൾ എന്തെങ്കിലും നടക്കാനുള്ള സാഹചര്യമൊക്കെ അവർക്ക് വന്നുചേരുന്നതായിരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിച്ച ഒരു സമയത്ത് കിട്ടുന്നില്ലെങ്കിൽ അല്പം മാറിയിട്ടായാലും കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ക്രയവിക്രയം, ഭൂമി സംബന്ധമായിട്ട് ക്രയവിക്രയത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ത്രീജനങ്ങൾ മുഖേന സമൂഹത്തിൽ ചെറിയതിൽ അപമാനിതരാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്പം അകലം പാലിക്കുന്നത് നന്നായിരിക്കും. ലോട്ടറിയിൽ നിന്ന് ആദായം ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മേലധികാരികളിൽ നിന്നും ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും പിന്നീട് അതിൽ മാറ്റം വരുന്നതായിരിക്കും. വാഹന വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നല്ലൊരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. ചില സാംക്രമിക രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില മംഗളകാര്യത്തിനായിട്ട് വിദേശത്ത് നിൽക്കുന്നവർക്ക് നാട്ടിൽ വരാനുള്ള യോഗം കാണുന്നുണ്ട്. വിദേശ നിർമ്മിത വസ്തുക്കൾ എന്തെങ്കിലും സമ്മാനമായിട്ട് ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. തറവാട് സ്വത്തുക്ക് ബാധിക്കുമ്പം ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. എങ്കിലും അത് കുഴപ്പമില്ലാതെ ഭാഗം നടക്കുന്നതായിരിക്കും. വൻതോതിലുള്ള സാമ്പത്തിക ബാധ്യത വന്നു ചേരാനുള്ള സാധ്യത ചെറിയ രീതിയിലുണ്ട്. അതൊക്കെ അതായത് പുതിയ എന്തെങ്കിലുമൊക്കെ നഷ്ടത്തിലോടുന്ന ബിസിനസ് ഏറ്റെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പുതിയ വ്യാപാരങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ആരംഭിക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും എന്ന് പറയപ്പെടുന്നുണ്ട്. സമൂഹത്തിൽ എല്ലാവരെയും സംയോജിപ്പിച്ചു കൊണ്ടുപോകാൻ ഇവർ ശ്രമിക്കുന്നതായിരിക്കും. ശത്രുക്കളുടെയൊക്കെ ശല്യം കുറച്ച് വർദ്ധിക്കാൻ, രോഗബാധിതർക്ക് അസുഖത്തിൽ നിന്ന് മുക്തി കാണാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. പുതിയ ബിസിനസ്സുകൾ അവലംബിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് മാത്രം ഇറങ്ങുക. ഉദ്യോഗസ്ഥർ കൂടുതൽ അധികാരം പ്രയോഗിക്കാൻ നിർബന്ധിതരാകുമെങ്കിൽ പോലും മേലുദ്യോഗസ്ഥരുടെ ചെറിയ ഒരു പ്രീതിക്കൊക്കെ പാത്രമാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. യുവജനങ്ങൾക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. യുവജനങ്ങൾക്കാണെങ്കിൽ സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനാഗമനം വർധനവ് കാണുന്നുണ്ട്. മധ്യസ്ഥത നിൽക്കുന്ന മുഖേന വലിയ രീതിയിലുള്ള കേസുകൾ ഒഴിവാക്കി അതിൽ നിന്നും ഒരു ലാഭം ചെറിയ രീതിയിൽ കിട്ടുന്ന അവസ്ഥ കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. മുൻപുണ്ടായിരുന്ന ബിസിനസ്സിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ ലാഭം വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട്. ശത്രുക്കളുമേൽ വിജയം ഇവർക്ക് വർഷാന്ത്യത്തിൽ കൈവരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അസുഖത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റുകളും ചെറിയ പൊടിക്കൈകളല്ലാതെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകളും കൂടെ ആവശ്യമായിട്ട് പറയപ്പെടുന്നുണ്ട്. പിതൃസ്വത്ത് അനുഭവയോഗ്യമാകുന്നതായിരിക്കും. നിലവിലുള്ള ജോലി മാറി പുതിയ ജോലി കയറാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒസ്യത്തുകൾ, ബോണ്ടുകൾ എന്നിവ മുഖാന്തരം പണം ലഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്കും അതൊക്കെ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട്. പുതിയതായിട്ട് വാങ്ങിയ ഭൂമിയിൽ നിർമ്മാണങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും നിയമ നടപടികളൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വീട്ടുകാരുമായിട്ട് അവരുടെ പ്രശസ്തിക്ക് പാത്രമാവാൻ, അതായത് അവരവർക്ക് തന്നെ പ്രശസ്തി, പണം ഇവയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. താൻ ചെയ്യാത്ത കാര്യങ്ങൾ കഴിവതും ഏറ്റെടുക്കാതിരിക്കുക. ഉത്തരവാദിത്വ ഭാരം അല്പം വർദ്ധിക്കേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട്. അവനവൻ ചെയ്യാത്ത ജോലി പണം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ഇടനില നിൽക്കുന്നതും ഈ വർഷാന്ത്യത്തിലൊന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബാങ്കിലോ സർവീസ് വിഭാഗത്തിലൊക്കെ ചേരുന്നതിന് പണം മുടക്കുന്നത് ശ്രദ്ധിച്ച് മാത്രം പണം മുടക്കുക. വീട് മുടി പിടിപ്പിക്കുക, അതുപോലെ വീട്ടുപകരണങ്ങളൊക്കെ വാങ്ങിക്കുക, ഇതിനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. ഓൺലൈൻ ബിസിനസ്സുകളിൽ ഏർപ്പെടുന്നവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയോ അല്ലെ മറ്റൊരാൾ ചെയ്ത കരാർ തുറന്ന് പോവുകയൊക്കെ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. സഹോദരന്മാരുമായിട്ടല്ല സഹോദരിയായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. എങ്കിലും വലിയ കുഴപ്പമില്ല, മുന്നോട്ട് പോകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനായിട്ട് വിദേശത്ത് പോകാനൊക്കെയുള്ള യോഗം കാണുന്നുണ്ട്. സമൂഹത്തിൽ പല കാര്യങ്ങളിലും ഉപകാരപ്പെടുന്ന ആശയങ്ങൾ ഉരുത്തിരിയാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചതിയിൽപ്പെടാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. കൂടെ നിൽക്കുന്നവരുടെ ഭാഗത്തു നിന്നും ഈ ചതി, കളവ്, വഞ്ചന ഇവയൊക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ജലജന്യ രോഗങ്ങൾ ഒക്കെ ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്. ദൂരയാത്രകളിൽ എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാം, അതും ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട്.